ചാത്തൻ സേവയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശരിക്കും അത് വർക്കൗട്ട് ആവുന്ന ഒരു ഐഡിയ ആണോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വർക്കൗട്ട് ആവുന്ന ഐഡിയ ആണ്. പക്ഷേ അത് ഓരോരാളുടെയും ബിലീവ് സിസ്റ്റമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്കോ എനിക്കോ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവണമെന്നില്ല, പക്ഷെ വർക്കൗട്ട് ആവുന്നവരുണ്ട്. ഈ ചാത്തൻ എന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മിത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അമ്പലങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. പോകുന്ന എല്ലാവർക്കും റിസൾട്ട് ആവണമെന്നില്ല. ആ വിശ്വാസ സംഹിത ശരിക്ക് ഉള്ളിൽ കയറുന്ന ചില ആൾക്കാരുണ്ടാവും. അത് അവർ കഴിഞ്ഞ ജന്മവുമായി അതുപോലെ ഈ ജന്മത്തിൽ അവരുടെ വിശ്വാസ സംഹിതയൊക്കെ ആയിട്ട് ഒരുപാട് കണക്റ്റഡാണ്. ഉപബോധ മനസ്സിൻ്റെ വളരെയധികം സൂക്ഷ്മമായ തലത്തിലുള്ള പ്രവർത്തനമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബ്രേഷൻസ് ഫീൽ ചെയ്യും. അത് മാത്രമല്ല, അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരാധനയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ബിംബങ്ങളോ അതുപോലെ എന്തെങ്കിലും നമ്മൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാത്തൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം അവരിലുണ്ടാവും. അപ്പോൾ അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ചാത്തൻ്റെ രൂപം അവർ പല സ്ഥലത്തും ദർശിക്കുകയും പല കാര്യങ്ങളും അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്നുള്ളത് ഒരുപാട് അനുഭവമുള്ള ഒരുപാട് പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ വിശ്വാസ സംഹിതയായിട്ട് വളരെയധികം കണക്റ്റഡാണ്. വളരെയധികം ചിന്തിക്കുന്ന, ഓവർ തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള അന്ധവിശ്വാസങ്ങളുള്ള ആൾക്കാരിലൊന്നും വർക്കൗട്ട് ആവണമെന്നില്ല. എന്നാൽ ചിലരിൽ അത് അത്ഭുതം തന്നെയാണ്. മനസ്സെപ്പോഴും വളരെ വിസ്മയമാണ്. അത് മനസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കപ്പെടുന്നൊരു സാധനമല്ല. അപ്പോൾ ഈ മനസ്സിൽ തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ചില ആൾക്കാരുടെ മനസ്സിൽ അത് വളരെ പെട്ടെന്ന് കയറുകയും അവരുടെ ഉള്ളിൽ അത് ഉണ്ട്, അത് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ ആ ഒരു റിയാലിറ്റി ഉണ്ട്, ചാത്തനുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് അവർ പോവുകയും ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവർക്ക് മാജിക് റിസൾട്ട് ഉണ്ടാക്കും. മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് ഉപബോധ മനസ്സെന്ന് പറയുന്നിരിക്കുന്ന ഒരു അക്ഷയഗനിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു അപാരമായ ശേഷി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായ മാറ്റമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് ചാത്തൻ എന്നല്ല, ഏത് വിശ്വാസവും അതുപോലെ തന്നെയാണ്. മാജിക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ നമുക്ക് വളരെ നല്ലതായിരിക്കും.